അള്ളാഹുവിൽ നിന്ന് വരുന്ന അതുല്യമായ പ്രകാശമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുത്തിയതെങ്കിൽ ഈ ഖുർആനും പ്രകാശമാ, അള്ളാഹുവും പ്രകാശമാണ്, അള്ളാഹിന്റെ റസൂലും പ്രകാശമാ, അള്ളാഹുവിന്റെ ഖുർആനും പ്രകാശമാ. ആ ഖുർആനിനെ വെല്ലാൻ പറ്റുന്നൊരു പ്രകാശം ഇന്ന് ലോകത്ത് നിലവിൽ വരാതെ നിൽക്കുമ്പോ ഇരുട്ടിലൂടെ നടന്നു പോകുന്ന 10,000-കണക്കിന് ആളുകൾക്ക് വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയ ആധുനിക ചിന്തകനായ കെയ്ലോ പൗലോ പോലും ഇതാണ് വെളിച്ചമെന്ന് ബ്രിട്ടനിലെ സമ്മേളനത്തിൽ വലത് കൈയിൽ ഖുർആൻ എടുത്തു വെച്ചിട്ട് കെയ്ലോ പൗലോ പോലും ഇതാണ് ലോകത്തിന് വെളിച്ചം കൊടുക്കാനുള്ള ഗ്രന്ഥമെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത, ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ച, ലോകത്തിന്റെ പ്രാപഞ്ചികത്തിന്റെ ആമുഖ പുസ്തകമായ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനും ഒരു പ്രകാശമാണ്. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ. ഇവിടെ നിന്നൊരു വിദ്യാർത്ഥി ഖുർആൻ ഓതിയിട്ട് തിരിച്ചു പോകുമ്പോ ആ പ്രകാശം ലോകത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊളുത്തി കൊടുക്കാൻ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ തമ്പുരാനെ. ലോക ചരിത്രത്തിന്റെ വെളിച്ചമാണ് ഖുർആൻ. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഖുർആൻ. ഈ സദസ്സിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. എന്തുകൊണ്ടാണ് ഖുർആൻ വെളിച്ചമായത്? സൂറത്തുൽ ലഹബ് മാത്രം നോക്കിയാൽ മതി, തബ്ബത്ത് മാത്രം മതി ഖുർആൻ എന്നറിയാണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട. തബ്ബത്ത് യദാ أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب. അല്ലാഹുവിന്റെ ഖുർആനിന്റെ 6600 പരം വരുന്ന ആയത്തുകളിൽ ഖുർആൻ ലോകത്തിന്റെ വെളിച്ചമാണിത്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പരിചയപ്പെടാൻ ഒരേ ഒരായത്ത് മതി. അതേതായത്തെന്നറിയോ? സയസുലാ നാരൻ ദാത ലഹബ്. ആർക്കെങ്കിലും ചിന്തിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുക. അല്ലാഹു പറയുകയാണ് അബൂലഹബിനെ കുറിച്ച്, സയസുലാ നാരൻ ദാത ലഹബ്. അബൂലഹബ് നാളെ നരകത്തിലാ. അബൂലഹബ് മുസ്ലിം ആവുകയില്ല, അബൂലഹബ് അവിശ്വാസിയായി മരിച്ചിട്ടുണ്ട്. പിന്നീട് അബൂലഹബ് നരകത്തിൽ പോകുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ അബൂലഹബ് മാത്രമല്ല അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല എന്നാണ് നരകത്തിന്റെ അവകാശികളാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സിനെത്തി ചിന്തിക്കുമോ? അബൂലഹബിന്റെ മുമ്പിൽ നാളെ നീ നരകത്തിൽ പോകുമെന്ന് ഖുർആന്റെ ആയത്തിറങ്ങുമ്പോ എന്നാ മുഹമ്മദിന്റെ ഖുർആൻ ഞാൻ തെറ്റിക്കാൻ പോവുകയാ എന്ന് വിചാരിച്ചിട്ട് അബൂലഹബ് ഞാൻ മുസ്ലിമായാലും പിന്നെ നരകത്തിൽ പോവില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് നാളെ നരകത്തിലാണ് അബൂലഹബ്. ഇത് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പരാജയപ്പെടുത്താൻ ഖുർആൻ പഴഞ്ചനാണെന്ന് ലോകത്തോട് പറയാൻ അബൂലഹബ് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അബൂലഹബ് നാവ് കൊണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ ലോകത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിൽ വലിച്ചെറിയപ്പെടുമായിരുന്നു. അബൂലഹബിന്റെ നാവൊന്ന് ചലിച്ചിരുന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അബൂലഹബ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ഖുർആൻ ലോകത്തുണ്ടാകുമായിരുന്നില്ല. കാരണം പിന്നെ അബൂലഹബ് സ്വർഗത്തിലല്ലേ. എടാ അബൂലഹബേ, മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് നീ നരകത്തിലാന്ന് പറയുമ്പോ തന്നെ നാവിന് മുമ്പിൽ തന്റെ സ്വർഗം ഇരിക്കവേ, ഖുർആനിനെ പരാജയപ്പെടുത്താനുള്ള ആയുധം അബൂലഹബിന്റെ നാവിന് മുമ്പിൽ ഇരിക്കവേ, അത് പറയാൻ കഴിയാതെ അബൂലഹബ് അജയ്യനായി പോയെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് ഇനി ന്യൂട്ടൻ പറയണ്ട, ഐൻസ്റ്റീൻ പറയണ്ട, കാളയും രേഖപ്പെടുത്തണ്ട, ബർണാച്ച വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണ്ട. ലോകത്തിന്റെ ഏറ്റവും വലിയ അമാനസികമായ വെളിച്ചത്തിന്റെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് തിരിച്ചറിയാ. സയസുലാ അബൂലഹബിന്റെ നാവെന്ന് വഴങ്ങാതിരുന്നാൽ മതി. അന്ന് അബൂലഹബിന്റെ നാവ് വഴങ്ങിയിരുന്നെങ്കിൽ പിന്നീട് 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 യൂസുഫുൽ ഇസ്ലാം ജനിക്കുമായിരുന്നില്ലല്ലോ. 994 നോബൽ സമ്മാനത്തിന് പേര് ഗണിക്കപ്പെട്ട നാലപ്പാട് തറവാട്ടിലെ ചന്ദനക്കെട്ടിൽ കിടന്നുറങ്ങിയ മാധവിക്കുട്ടി തിരുവനന്തപുരത്തെ പാറയം ജുമാ മസ്ജിദിന്റെ കബറിൽ ഒടുങ്ങുമായിരുന്നില്ലല്ലോ. ഇളയരാവിലെ മകൻ യുവാൻ ശങ്കർ മുസ്ലിം ആകുമായിരുന്നില്ലല്ലോ. ഈ
വെളിച്ചത്തിന്റെ ചുവട് പിടിച്ച് 10,000 ഹൃദയത്തിന്റെ ഇരുട്ടുമാറാൻ കാത്തിരിക്കവേ അബൂലഹബിന്റെ നാവ് പറഞ്ഞില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ലോകചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് 2015 ഡിസംബർ 26-ാം തീയതി ഡിസംബർ 28-ാം തീയതി അഹമ്മദ് കബീർ ഈ പഠിപ്പുര സ്റ്റേഡിയത്തിൽ നിന്നിട്ട് വലത്തോട്ട് വിരൽ ചൂണ്ടിയിട്ട് വെല്ലുവിളിക്കാൻ കഴിയുമായിരുന്നില്ല. ആർക്കെങ്കിലും കഴിയോ അള്ളാന്റെ ഖുർആനിനെ വെല്ലുവിളിക്കാൻ ആണത്തുള്ള ആൺകുട്ടി മുന്നോട്ട് പാടാന് പറയാൻ അഹമ്മദ് കബീറിനെ കഴിയുമായിരുന്നില്ല. അള്ളാന്റെ ഖുർആനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്താൻ എന്റെ നാവിൻ തുമ്പിലൊരു മധുരമായി തൂലിക തുമ്പിലൊരു പൊലിമയായി ലോക ചരിത്രത്തിന്റെ വഴികാട്ടിയായി വാസ്കോഡിഗാമയ്ക്ക് ലോകത്തിന് വഴികാട്ടിക്കൊടുത്ത അറബി ഭാഷയുടെ ആമുഖ ഗ്രന്ഥമായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഈ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഇതാണ് വെളിച്ചം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അബൂലഹബ് നരകത്തിലാണ്, സയസുര പിന്നീട് നരകത്തിൽ പോകുന്നാണ്. എന്നാ മുഹമ്മദ് നിന്റെ ഖുർആനിനെ ഞാൻ പൊളിച്ചെടുക്കും. യഥാർത്ഥത്തിൽ അന്ന് ഖുർആനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടക്കുക. അബൂലഹബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഖുർആനില്ല, ഞങ്ങൾ സ്വർഗത്തിലായി. ഇനി ഇതിൽ കൂടുതൽ എന്ത് ഗവേഷണമോ വേണ്ടത്? ആ ഒരൊറ്റ നിങ്ങൾ ആരോടും ഖുർആനെ കുറിച്ച് തർക്കിക്കണ്ട. ഏതായാലും ഇതറിയാത്ത ആരുമില്ലല്ലോ. ഇതൊരൊറ്റ ആയത്ത് മതി അള്ളാഹുവിന്റെ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കാൻ. അതിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് ഇതൊരു വെളിച്ചമാണ്. അള്ളാഹു വെളിച്ചം നമുക്ക് തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ആ വെളിച്ചം തരട്ടെ. അള്ളാഹു ഖുർആന്റെ വെളിച്ചം നമുക്ക് തരട്ടെ.